ഇന്ത്യക്ക് അവസരങ്ങളുടെ പെരുമഴയാണിപ്പോൾ. ചൈനയെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യയിൽ നിക്ഷേപം ഉറപ്പിക്കുവാനായി തിരക്ക് കൂട്ടുന്ന വമ്പൻ കമ്പനികളെയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ചൈനയ്ക്ക് പിഴച്ചത്? എവിടെയാണ് ഇന്ത്യക്ക് ശുക്രനുദിച്ചത്? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. ചൈനയോടുള്ള ആശ്രിതത്വം കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അവസരങ്ങളെ എസ് ജയശങ്കർ പ്രകീർത്തിച്ചത് വെറുതെയല്ല. അതിന് പിന്നിൽ വ്യക്തമായ വസ്തുതകളുണ്ട്. കോവിഡ്-19 മഹാമാരിക്ക് ശേഷം ചൈനയെ വളരെയധികം ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യതകൾ ലോകം തിരിച്ചറിഞ്ഞുവെന്നും ഇത് രാജ്യത്ത് ആഗോള ബിസിനസ് കൊണ്ടുവരാനുള്ള അവസരമാണ് ഇന്ത്യക്ക് നൽകുന്നത് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. പ്രത്യേകിച്ച് കോവിഡ്-19 ശേഷം ചൈനയെ ആശ്രയിക്കരുതെന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. കോവിഡ്-19 കാലത്ത് മുഴുവൻ അന്താരാഷ്ട്ര വ്യാപാരവും നിലച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് സമ്പദ്വ്യവസ്ഥയുടെ ജനാധിപത്യവൽക്കരണം നടക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അധികൃതർ ആഗ്രഹിക്കുന്നു. എന്തിനും ഏതിനും എല്ലാവരും ചൈനയിലേക്ക് പോകേണ്ടതില്ല എന്ന വസ്തുത ലോകം മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആഗോള ബിസിനസ് ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു പുതിയ അവസരമായി ഡിജിറ്റൽ മേഖലയെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. കോവിഡ്-19 ശേഷം ഇന്ത്യ ഒരു ബിസിനസ് ഡെസ്റ്റിനേഷനായി ലോകം തിരഞ്ഞെടുക്കുന്നതിന് സ്ഥിരത, നേതൃത്വം, നല്ല ഭരണം, വിശ്വാസം എന്നിവ പ്രധാനമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ ബിസിനസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നിരവധി ഘടകങ്ങളെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിൽ സ്ഥിരതയുണ്ടെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ നേതൃത്വമുണ്ട്, ഇവിടെ നല്ല ഭരണമുണ്ട്. ലോകത്തിന് ഇന്ത്യയെ വിശ്വസിക്കാമെന്നും ജയശങ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയുടെ വികസനം എല്ലാവരെയും ഉൾക്കൊള്ളണം. പുരോഗതി എല്ലാവർക്കും ഒരേപോലെ പ്രയോജനം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും ഇന്ത്യ ഒരു സഹവർത്തിത്വമുള്ള രാജ്യമായിരിക്കുമ്പോൾ മാത്രമേ വികസിക്കുകയുള്ളൂ എന്നും ജയശങ്കർ ഊന്നി പറയുന്നുണ്ട്. 1, 2, 5 സംസ്ഥാനങ്ങൾക്ക് വികസനത്തിന്റെ ഗുണം ലഭിക്കുകയും ബാക്കിയുള്ള ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യരുത്. എല്ലാവരും പ്രയോജനം നേടുക, എല്ലാവരുടെയും സഹവർത്തിത്വം, എല്ലാവരുടെയും വികസനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. കൂടാതെ G20യെ കുറിച്ച് എം ജയശങ്കർ പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കാതെ എല്ലാ സംസ്ഥാനങ്ങളിലും G20 പരിപാടികൾ സംഘടിപ്പിച്ച് ഉത്തരവാദിത്തം വികേന്ദ്രീകരിക്കാനാണ് പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങിയത്. ഈ സമീപനം കാര്യമായ നേട്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. G20 മീറ്റിംഗുകളിൽ ഏകദേശം 1 ലക്ഷത്തോളം വിദേശ പ്രതിനിധികൾ ഇന്ത്യ സന്ദർശിച്ചു. അതേപോലെ തന്നെ ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ ഒരുപാട് മുകളിലാണ് എന്നുള്ളതും എടുത്തു പറയണം. കാരണം ചൈന സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല. അയൽപ്പക്കത്തിന്റെ വികസനവും ഇന്ത്യ ശ്രദ്ധിക്കാറുണ്ട്. ശ്രീലങ്കയുടെ സ്ഥിതിവിശേഷം കൂട്ടിച്ചേർക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തുകൊണ്ട് എസ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത് അതാണ്. ശ്രീലങ്ക മുങ്ങുമ്പോൾ ഇന്ത്യ സഹായഹസ്തവുമായി മുന്നോട്ട് വന്ന് കൃത്യസമയത്ത് ഫലം കാണിച്ചു. അതാണ് ഇന്ത്യ. ഇന്ത്യയുടെ കടമ മനുഷ്യ ക്ഷേമം കൂടിയാണ്. കാലാവസ്ഥയുടെ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ സമുദ്ര സുരക്ഷയിലാകട്ടെ, എല്ലാത്തിലും ഇന്ത്യ രക്ഷകനായുണ്ട്. നമ്മുടെ നാവികസേനയുടെ കപ്പലുകളും അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണത്തിനിടെ കപ്പൽ മാർഗങ്ങൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ വിന്യസിച്ചതിനെ കുറിച്ചും ജയശങ്കർ കൂട്ടിച്ചേർത്തത് വെറുതെയല്ല. ചൈന അസ്ഥിരത പടർത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ സമാധാനവും വികസനവുമാണ് ലക്ഷ്യം വെക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് ചൈനയുമായി മത്സരിക്കുന്നതിന് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുൻപ് സർക്കാരുകൾ അവഗണിച്ച പ്രധാന മേഖലയായ ഉൽപാദനത്തിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നുണ്ട്. ചൈനയുമായുള്ള അതിർത്തിയിലെ പിരിമുറുക്കം ഇന്ത്യ ചൈന ബന്ധത്തിൽ അസ്വാഭാവികത ഉണ്ടാക്കിയെന്നും അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും സ്ഥിരതയുമില്ലെങ്കിൽ 2 ഏഷ്യൻ ശക്തികൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടില്ല എന്നും ഇന്ത്യയുടെ ചിന്ത തികച്ചും വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് ചൈനയുമായി മത്സരിക്കേണ്ടി വന്നാൽ അതിന്റെ പരിഹാരം ഇവിടെ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഉയരുന്ന ഇന്ത്യയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് സാങ്കേതിക വിദ്യയിലൂടെ ഉയരും. ദുർബലമായ ഉൽപാദനത്തിൽ നിങ്ങൾക്ക് ശക്തമായ സാങ്കേതിക വിദ്യ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. എന്ത് വില കൊടുത്തും നിർമ്മാണത്തിന് പ്രത്യേക ഊന്നൽ നൽകണം. കാരണം അതുമാത്രമാണ് സാമ്പത്തിക മുന്നേറ്റം. ഇന്ത്യ അതിവേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയെക്കുറിച്ചുള്ള ആഗോള കാഴ്ചപ്പാട് മാറിയതിന്റെ ഒരു കാരണം അതാണ്. ഇന്ത്യയുടെ നേതൃത്വപരമായ പങ്ക്, കാഴ്ചപ്പാട്, സ്ഥിരത, ആത്മവിശ്വാസം, വിദേശ നിക്ഷേപ കണക്കുകൾ എന്നിവ കണക്കിലെടുത്ത് ഇന്ത്യയുടെ യാത്രയിൽ സഹകരിക്കാൻ ലോകം ആഗ്രഹിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചന്ദ്രയാൻ, UPI, 5G സ്റ്റോക്ക് എന്നിവയുടെ ഇന്ത്യയാണ് എന്നുള്ളത്. ലോകം ആദരിക്കുന്നതും മോദി സർക്കാർ സുരക്ഷ ഉറപ്പാക്കുന്നതുമായ രാജ്യമാണിത്. ലോകത്തിന്റെ ഏത് കോണിലുള്ള ജനങ്ങളുടെയും ക്ഷേമത്തിന് ഇന്ത്യ ഒപ്പം നിന്നിട്ടുണ്ട്. കോവിഡ്-19 പാൻഡമിക് സമയത്ത് ഉക്രൈൻ, സുഡാൻ, ഇസ്രയേൽ എന്നിവിടങ്ങളിൽ ഇന്ത്യ തക്കതായ സമയത്ത് ഇടപെട്ട് തക്കതായ സഹായങ്ങളും നൽകിയിട്ടുണ്ട്.